ഹായ് ഫ്രണ്ട്സ്, ഷലോം ഷലോം. ലേൺ ആൻഡ് ടോക്ക് വിത്ത് ജിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് എംപ്ലോയർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹീബ്രു സെൻറ്റൻസസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം. നമ്മളിവിടെ സ്ത്രീകളോടും പുരുഷന്മാരോടും സംസാരിക്കുമ്പോൾ നൗണും വെർബും വ്യത്യാസം വരും. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് സംസാരിക്കുമ്പോഴും നൗണും വെർബും ചേഞ്ച് ആവും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ എന്നുള്ള 3 സെൻറ്റൻസസും ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെയാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് അത് നോട്ട് ചെയ്ത് എഴുതിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇന്ന് എന്താണ് നിനക്ക് കഴിക്കാനായിട്ട് വേണ്ടത്, വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് ടുഡേ എന്ന് നമ്മൾ എങ്ങനെയാണ് ഹീബ്രുവിൽ പറയുന്നതെന്ന് നോക്കാം. നമ്മളത് ആദ്യമായിട്ട് പുരുഷന്മാരോടാണ് പറയുന്നതെങ്കിൽ മാ അത്താറോത്സെ ലഹോൾ അയോം, മാ അത്താറോത്സെ ലഹോൾ അയോം. ഇനി സ്ത്രീകളോടാണെങ്കിൽ മാ ആത്രോത്സ ലഹോൾ അയോം, മാ ആത്രോത്സ ലഹോൾ അയോം. ഇനി അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും, മാ അത്തേം റോത്സീം ലഹോൾ അയോം, മാ അത്തേം റോത്സീം ലഹോൾ അയോം. ഇനി നമ്മൾ ചോദിക്കും, എപ്പോഴാണ് നിനക്ക് ഫുഡ് കഴിക്കേണ്ടത്, വെൻ ഡു യു വാണ്ട് ടു ഈറ്റ്. അതിന് നമ്മൾ ഹീബ്രുവിൽ പറയുന്നത് മഥായ് അത്താ റോത്സെ ലഹോൾ. പുരുഷന്മാരോട് പറയുന്നത് മഥായ് അത്താ റോത്സെ ലഹോൾ. ഇനി അത് സ്ത്രീകളോടാണെങ്കിലോ മഥായ് ആത് റോത്സ ലഹോൾ, മഥായ് ആത് റോത്സ ലഹോൾ. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ മഥായ് അത്തേം റോത്സീം ലഹോൾ, മഥായ് അത്തേം റോത്സീം ലഹോൾ. ഇനി അതുപോലെ തന്നെ നിനക്ക് ഫുഡ് വേണോ, നിനക്ക് ഫുഡ് കഴിക്കണോ എന്നൊക്കെ ചോദിക്കുമല്ലേ. ഡു യു വാണ്ട് ടു ഈറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പുരുഷന്മാരോട് നമ്മൾ ചോദിക്കും അത്താറോത്സെ ലഹോൾ, അത്താറോത്സെ ലഹോൾ. ഇനി സ്ത്രീകളോടാണെങ്കിൽ ചോദിക്കും ആത് റോത്സ ലഹോൾ, ആത് റോത്സ ലഹോൾ. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ ചോദിക്കും അത്തേം റോത്സീം ലഹോൾ, അത്തേം റോത്സീം ലഹോൾ. നിനക്ക് വിശക്കുന്നുണ്ടോ, ആർ യു ഹംഗ്രി എന്ന് ചോദിക്കും അല്ലേ. അതിന് നമ്മൾ ചോദിക്കുന്നത് അത്ത റായേവ് എന്ന് പുരുഷന്മാരോട് ചോദിക്കും, അത്ത റായേവ്. ഇനി അത് സ്ത്രീകളോടാണെങ്കിൽ അത് റായവ, അത് റായവ. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ അത്തേം റായവീം, അത്തേം റായവീം എന്ന് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ നന്നായി ഫുഡ് കഴിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ചത് എങ്ങനെ, നന്നായിട്ട് കഴിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അത്ത അഹാൽത്ത തോവ് എന്ന് പുരുഷന്മാരോട് ചോദിക്കും, അത്ത അഹാൽത്ത തോവ്. ഇനി അത് സ്ത്രീകളോടാണെങ്കിൽ ആത് അഹാൽ തോവ്, ആത് അഹാൽ തോവ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പം എംപ്ലോയറെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമ്മൾ കുറച്ചുകൂടി വേണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഡു യു വാണ്ട് മോർ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അത്ത റോത്സെ ലഹോൾ ഓത്, അത്ത റോത്സെ ലഹോൾ ഓത് എന്ന് പുരുഷന്മാരോട് ചോദിക്കും. അത് സ്ത്രീകളോടാണെങ്കിലോ ആത് റോത്സ ലഹോൾ ഓത്, ആത് റോത്സ ലഹോൾ ഓത്. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിലോ ആത്തേം റോത്സീം ലഹോൾ ഓത്, ആത്തേം റോത്സീം ലഹോൾ ഓത് എന്ന് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ ഡു യു വാണ്ട് ടു ഈറ്റ് സംതിങ് മോർ എന്ന്, സംതിങ് കുറച്ച് എന്തെങ്കിലും കൂടി കഴിക്കണമോ എന്നാണെങ്കിൽ പുരുഷന്മാരോട് ചോദിക്കും അത്ത റോത്സെ ലഹോൾ ഓത് മാഷു, അത്ത റോത്സെ ലഹോൾ ഓത് മാഷു. ഇനി അത് സ്ത്രീകളോടാണെങ്കിൽ ചോദിക്കും ആത് റോത്സ ലഹോൾ ഓത് മാഷു, ആത് റോത്സ ലഹോൾ ഓത് മാഷു. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിലോ ആത്തേം റോത്സീം ലഹോൾ ഓത് മാഷു, ആത്തേം റോത്സീം ലഹോൾ ഓത് മാഷു. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി
ചിലപ്പോൾ നമ്മുടെ എംപ്ലോയർ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് കഴിക്കാൻ മടി കാണിക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരോട് നീ നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് നമ്മൾ പറയും അല്ലേ, ഒരു വാക്ക് നിങ്ങൾക്ക് കഴിക്കണം, നിങ്ങൾക്ക് ഫുഡ് ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ യു ഷുഡ് ഈറ്റ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതിന് പറയുന്നതാണ് പുരുഷന്മാരോടാണെങ്കിൽ അത്ത ഹയാവ് ലഹോൾ, അത്ത ഹയാവ് ലഹോൾ. ഇനി സ്ത്രീകളോടാണെങ്കിൽ ആത് ഹയേവത് ലഹോൾ, ആത് ഹയേവത് ലഹോൾ എന്ന് പറയും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ, ഡിഡ് യു ഈറ്റ് ഇനഫ് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് അത്ത അഹാൽത്ത മസ്പീക്, അത്ത അഹാൽത്ത മസ്പീക് എന്ന് പുരുഷന്മാരോടും, ആത് അഹാൽത്ത് മസ്പീക്, ആത് അഹാൽത്ത് മസ്പീക് എന്ന സ്ത്രീകളോടും ചോദിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറ് നിറഞ്ഞോ, ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ വയറ് നിറഞ്ഞോ, ആർ യു ഫീലിംഗ് ഫുൾ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്ത സബേയ, അത്ത സബേയ എന്ന് പുരുഷന്മാരോട് ചോദിക്കും. സ്ത്രീകളോടാണെങ്കിൽ പറയും ആത് സ്ബേയ, ആത് സ്ബേയ എന്ന് പറയും. അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് അത്ത സബേയ അല്ലെങ്കിൽ ആത്സ്ബേയ, നിൻ്റെ വയറ് ഫുള്ളായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആൻസറായിട്ട് പറയുന്നത് അതുപോലെ തന്നെയാണ് കെൻ അനി സബേയ എന്ന് പുരുഷന്മാർ പറയും. സ്ത്രീകളാണെങ്കിൽ പറയും കെൻ അനി സ്വേയ, കെൻ അനി സ്വേയ എന്ന് പറയും. ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ചോദിക്കാം അല്ലേ, നമ്മൾ കൊടുത്ത ഫുഡ് ടേസ്റ്റി ആണോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അതിന് ഈസ് ടേസ്റ്റി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് സെ ടൈം, സെ ടൈം. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം, ആൻസറായിട്ടും പറയാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ആ ടോണിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഫുഡ് തന്നിട്ട് ചോദിക്കുകയാണ് സെ ടൈം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും, കെൻ സെ ടൈം, കെൻ സെ ടൈം. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുടിക്കാനായിട്ട് എന്തെങ്കിലും വേണോ, കുടിക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. നിനക്ക് കുടിക്കണോ, ഡു യു വാണ്ട് ടു ഡ്രിങ്ക് എന്നാണെങ്കിൽ നമ്മൾ ചോദിക്കും അത്ത റോത്സെ ലിഷ്തോത്ത് എന്ന് പുരുഷന്മാരോട് ചോദിക്കും. ഇനി അത് സ്ത്രീകളോടാണെങ്കിലോ ആത് റോത്സ ലിഷ്തോത്ത് എന്ന് ചോദിക്കും. ഇനി അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിലോ അത്തേം റോത്സീം ലിഷ്തോത്ത് എന്ന് ചോദിക്കും. ഡു യു വാണ്ട് ടു ഡ്രിങ്ക് സംതിങ് എന്നാണെങ്കിലോ അത്ത റോത്സെ ലിഷ്തോത്ത് മാഷു, അത്ത റോത്സെ ലിഷ്തോത്ത് മാഷു എന്ന് പുരുഷന്മാരോട് ചോദിക്കും. ഇനി സ്ത്രീകളോടാണെങ്കിൽ ആത് റോത്സ ലിഷ്തോത്ത് മാഷു, ആത് റോത്സ ലിഷ്തോത്ത് മാഷു എന്ന് ചോദിക്കും. ഇനി അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണെങ്കിൽ സെയിം തന്നെ, നമ്മൾ ഫുഡിൻ്റെ കാര്യം ചോദിച്ച പോലെ തന്നെയാണ് അത്തേം റോത്സീം ലിഷ്തോത്ത് മാഷു, അത്തേം റോത്സീം ലിഷ്തോത്ത് മാഷു എന്ന് ചോദിക്കും. നമ്മൾ ഫുഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം എന്തെങ്കിലും കൊടുക്കുകയാണ്, നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ, അവർ കുടിച്ച് കഴിയുന്നത് വരെ അല്ലെങ്കിൽ കഴിച്ച് കഴിയുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓത് മാഷു എന്ന് ചോദിച്ചാലും വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള അർത്ഥത്തിലാണത് ചോദിക്കുന്നത്. നമുക്കപ്പം ഓത് മാഷു എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ എംപ്ലോയർക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എംപ്ലോയറുടെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളപ്പോൾ അവരോട് ഫുഡ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാനുള്ള കുറച്ച് സെൻറ്റൻസസ് ആയിട്ട് എൻ്റെ മനസ്സിൽ വന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും വാക്കുകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.